ചേട്ടാ ചേട്ടാ ഞാൻ എറണാകുളത്ത് നിന്നാണ്. സെക്കൻഡ് ഫ്ലോർ. ഓക്കെ ശരി. ആ താങ്ക് യു. എടാ ബാബു, നിന്നെ കൊണ്ടുവന്നാണ് പോയില്ലേ, പിന്നെന്തിനാ ഇവിടെ ഇരിക്കുന്ന? പോ പോ പോ. ബാബ, ആ രണ്ടിന്റെ ആൾ എത്തിയിട്ടുണ്ട്. നീ ആ ഡീൽ നമ്പർ കൊടുത്തേക്ക്. അകത്തേക്ക് വല്ലതും പോയാലേ പുറത്തേക്ക് ഉണ്ടാവും മച്ചാനെ. പുറത്തേക്ക് പോകാൻ മാത്രമേ ഉള്ളടാ. എല്ലാം കാര്യമൊക്കെയല്ലോ മച്ചാനെ. എന്താടാ കാലത്ത് കിട്ടൊന്നും വിട്ടില്ലേ? ഇന്നലെ അടിച്ച് പടയപ്പോഴാണ് തോന്നണേ, എല്ലാം രണ്ടായിട്ടാ കാണണേ. എന്നാ രണ്ടിൻ്റെ ഇടപാടൊന്ന് ചാടിയിട്ടുണ്ട്. വല്ല ചൊറക്കേസും ആണോ? അലീഖാന്റെ അടുത്ത് കല്ലായിലെ കുണ്ടംബാബു വഴിയൊന്ന് ഇൻഫർമേഷനാണ്. എവിടെ നാടാ? കൊച്ചിന്നാ. ആരാടാ? അത് ബാബയുടെ. എപ്പോഴാ? അതറിയില്ല. ആളിപ്പം നടക്കാവില്ല. സ്വാമീസ് ലോഡ്ജിലുണ്ട്. റൂം നമ്പർ 202. നിന്റെ ഫോണും കൊണ്ടുതാ. ഒരു മിനിറ്റ്. ഇതില് അമ്മ എന്നൊരു നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി, ബാക്കിയൊക്കെ അവർ പറഞ്ഞു തരും. ശരി. വാട്സാപ്പിൽ വിളിച്ചാൽ മതി. ഓ നീ ഇപ്പൊ എവിടെയാ? ആ മാഡം, ഞാനിപ്പോൾ ലോഡ്ജിലുണ്ട്. നീ അവിടെ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ഇറങ്ങുമ്പോ വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്ക്. ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം. ഓക്കെ? ചേട്ടാ ചേട്ടാ അയ്യോ അയ്യോ പൂച്ച കരഞ്ഞു, മ്യാവു മ്യാവു പൂച്ച കരഞ്ഞു. എണി പിടിച്ച് പറന്നു പോണ കാക്കയെ പിടിക്കാതെ. പണ്ടിട്ട് അയ്യോ അയ്യോ പൂച്ച
എത്രയുണ്ട്? 30 രൂപ. ശരി. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി എടുത്തപ്പോഴേക്കും വന്നില്ല. നിങ്ങൾക്ക് ദോഷകരമാണ്. ഞാനിപ്പോ കത്തിക്കണില്ല. തീർന്നില്ല പണി. ഓട്ടം പോവോ? ഓ കേറിക്കോ. മാമായേ. രാവിലെ എന്റെ മരണമല്ല കേൾക്കുന്നത്. സഹോ നാം നടന്നു പോയിക്കോളാം. എന്താ നീ രാവിലെ ആളെ കളിക്കാൻ? ആണല്ലോ. രാവിലെ കയറിക്കൊണ്ടും മനുഷ്യനും മനക്കെടുത്താനൊക്കെ വന്നോളും നാശകള്. എന്താടി ചെയ്താ മുറി? ഹലോ ഇക്ക, ഗ്യാസ് തീർന്നിട്ട് എത്ര ദിവസമായി? എന്തെങ്കിലും കിട്ടുവോ? ആ പിന്നെ കറണ്ട് ബില്ലിന്റെ കാര്യം മറക്കണ്ട. ഇന്ന് അടച്ചില്ലെങ്കിലേ നാളെ ഇരുട്ടത്ത് കിടക്കേണ്ടി വരും. മുതലക്കുളത്തേക്ക് ഓട്ടം കിട്ടുമ്പോ ഞാൻ അടച്ചോളാം. നീ ഒരു ഓട്ടോ പിടിച്ച് മുതലക്കുളം ബസ് സ്റ്റോപ്പിലേക്ക് വാ. ഞങ്ങൾ അവിടെ വന്നിട്ട് വിളിക്കാം. കോഡ് മറക്കണ്ട. 2C. ശരി. ഓക്കേ. മാഡം അവിടെ അടയാളം എന്തെങ്കിലും? രാവിലെ തന്നെ ഇത് തലണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നു. ചേട്ടാ പോവോ? എന്തേ പോണ്ടേ? പോണം. മുതലക്കുളം. മുതലക്കുളത്തേക്കാ നിങ്ങളെ കാത്തിരിക്കുന്നു. കേറ്. 2C. ഓ 2C AC ഒന്നുമില്ല. വണ്ടി ഓടുമ്പോ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും. അതിനിടയിൽ കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലുവയുടെ മണവും കിട്ടും. കേറിക്കോ കേറിക്കോ. കേറിയാ? ഇല്ലേട്ടാ ഒരു മിനിറ്റ്. പോകട്ടെ. മുതലക്കുളത്ത് എവിടെയാണ് പോകേണ്ടത്? ഞാനതിന് കറണ്ട് ഓഫീസ് വരെ ഉണ്ട്. അത് ഈ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, പിന്നെ ടാക്സ് ഒക്കെ കിടക്കുന്ന ആ ഓഫീസ്, ഇതിലേതാ? അതൊന്നും അല്ല ഏട്ടാ. എനിക്ക് അവിടെ ഒരാളെ കാണാനാണ്. ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് നിർത്തിയാൽ മതി. അപ്പൊ കോപ്പറേറ്റീവ് കോളേജിന് മുമ്പിൽ ഇറക്കാം. അതാവുമ്പോ കുറച്ച് മൊഞ്ചത്തുകളൊക്കെ കാണാനല്ല. നീ ഇവിടെ ആദ്യമായിട്ടാണ്? അതേട്ടാ. അതാണ്. എവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം മാത്രം പറയാൻ മതി. മോനെ ഇവിടെ നിർത്തിയാ? ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത്. ആ മതി. എത്രയാ? 40 രൂപ. അയ്യോ മോനെ ചേഞ്ചിലില്ല, കൈയിട്ടിപ്പോ കിട്ടിയുള്ളൂ. വേറെ ചേഞ്ച് ഇല്ലല്ലോ. എന്നാ ചേട്ടനത് വെച്ചോ. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ തന്നാൽ മതി. ഓ ശരി. നമോ ഭാഗം. പോട്ടെ. ഫോട്ടോടൊക്കെ പോക്ക് കണ്ട ബംഗാളി പാട്ടോടെ ടൈമിങ്ങളല്ലേ. അയ്യോ എന്ത് ശബ്ദം കേട്ടു? പുതുപ്പേട്ട ഒന്നോ ഞാനോട് കയറട്ടെ. വണ്ടി നീ ഓടിക്കോ. ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കാനാ? എന്റെ പട്ടി ഓടിക്കും. ഞാനേ തൂങ്ങിക്കിടന്ന് വന്നോളാം. പട്ടി ഒന്ന് വണ്ടിക്കാട്ട് തൂങ്ങാസല്ല ഡിക്കോർക്കോ. മടക്കി ഓടണം. എന്തൊരു പതാലേ. ചേട്ടാ ഇതിലേതെങ്കിലും നോക്കിയോ? തീർച്ചയായിട്ടും. മധുമൊഴികാതെ പണിക്ക് പോവായിരിക്കും. അതെ ചേട്ടാ. ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും.
ചേട്ടാ ആ ഡോർ തുറന്നു. ടൈമിംഗ് കളയില്ല മര്യാദക്ക് വിളി ഇവിടാണോ? നീ ഇപ്പൊ വാക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? വെയിലും മഴയൊന്നും നോക്കണ്ടാ, നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയാവും. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് കഴിയും. പട്ടി അതൊക്കെ വെറുപ്പാണ്. ജബ്ബാറെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരമായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം നരിച്ചു പറിക്കാലോ. ഈ വണ്ടിയായിട്ടാ? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? ഇടക്കൊന്നും തള്ളണം. ഈ തള്ളല്ല കുഴപ്പം, തന്റെ ഭാഗത്തുള്ള നിർത്ത്. മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ പോലീസും ഉണ്ട്. എന്നാൽ നമ്മൾ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവനെ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും ഒറ്റൊരുത്തരാണ് ഇവരെ ചീത്തയാക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് സംശയിക്കില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എവിടെ നിന്നാണെന്നോ നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയ ഇല്ല. ഹലോ മോട്ടോ. എങ്ങോട്ടാ? ആരെ കാണാൻ? നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ കാണാൻ വേണ്ടി വന്നാണ്. റൂം നമ്പർ 22-ലുണ്ട്. രാവിലെ പോയല്ലോ. പോയോ? എപ്പോ? 1:45 മണിക്ക് വന്നിട്ടുണ്ടാവും. എങ്ങടെ പോയെന്നറിയോ? അതെനിക്കറിയില്ല. എന്തേ? എടാ, ആളിവിടെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോയെന്നറിയാവോ? എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അടയാളം ഉണ്ടോ അതിന്റെ? അത് 25 വയസ്സ് പ്രായം തോന്നും. തന്റെ ഒക്കെ പൊക്കം ഉണ്ടാവും. വെളുത്തിട്ടാ, ചെറുതായിട്ട് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ചാരക്കളർ ഷർട്ടും ചുമല വേഗമായിട്ട്